ഹായ് ഗൈസ്. സോ ഞാനൊരു കൊറിയൻ ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ്. ഞാനൊരു 4 ദിവസം പിന്നെ ഡൽഹിയിലെത്തി. ഇവിടുന്ന് ഇനിയിപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് സോളിലേക്കാണ്. ഇന്ത്യയിൽ നിന്ന് ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് സോളിലേക്ക് ഡൽഹിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പല സ്ഥലങ്ങളിൽ പോയിട്ട് സിംഗപ്പൂർ, ദുബായൊക്കെ പോയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ 4 ദിവസം മുന്നേ അളിയൻ്റെയും ചേച്ചിയുടെ അടുത്ത് മോളുടെ അടുത്ത് വന്ന് താമസിച്ചിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. അവിടെ കൊറിയയിൽ എൻ്റെ വൈഫ് അവിടെയാണ് ജോലി. സോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദി ട്രിപ്പ്. ഇപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 9:50 ഇവിടെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ടു സോൾ, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അവിടെ രാവിലെ ഒരു 8:30 എത്തേണ്ടതാണ്. സോ ഇപ്പോൾ ഞങ്ങൾ കാറിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അളിയനാണ്. ബാക്കിൽ ചേച്ചിയും മകളും ഇരിക്കുന്നുണ്ട്. സോ സിയു കൊറിയയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. ഓക്കെ. Hi guys, so I am landed here in Seoul. ഇവിടുത്തെ സമയം ഏകദേശം ഒരു 8:30 ലാൻഡായിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സമയം വെളുപ്പിനൊരു 5 മണി 5:30 ആ സമയമാണ്. ഒരു 3.5 മണിക്കൂർ മുന്നിലാണ് ഇവിടെ. സോ ഞാനിപ്പം ലാൻഡ് ചെയ്ത് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് പുറത്തെത്തി. എൻ്റെ ഭാര്യ വരുന്നുണ്ട്, കാത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ സബ്വേ എടുത്ത് ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂർ സബ്വേ എടുക്കണം ബസ് സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അവിടുന്ന് സബ്വേ എടുത്തിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്വേ എന്നുള്ള പുറം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോളിൽ നിന്നും സബ്വേയിലേക്കുള്ള. അവിടുന്ന് ബസ് എടുത്തിട്ട് വേണം ജിൻജു എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകാൻ. സോളിൽ നിന്ന് ഏകദേശം ഒരു 5 hours ഉണ്ട് ജിൻജുവിലേക്ക്. നമ്മുടെ കേരളത്തിലെ ഒരു കണക്കുകൂട്ടൽ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു കൊല്ലത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ റോഡും ഇവിടുത്തെ ബസ്സിൻ്റെ സ്പീഡും കൊണ്ടാണ് നമ്മളെ 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു ദിവസം പിടിക്കുന്ന ദൂരമുണ്ട്. സോ ഗൈസ്, ഇപ്പം ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റേഷൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് കടന്നു. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇവിടുത്തെ ബസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ വരെ എല്ലാം സർക്കാരിൻ്റെയാണ് ഇവിടുത്തെ. പക്ഷെ നോക്കിയാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി പോലെയല്ലേ. ഇവിടുത്തെ ബസ് സ്റ്റേഷനാണിത്. അത് എൻ്റെ സഹധർമ്മിണി MS വിജയലക്ഷ്മി പെട്ടിയുമായിട്ട് എന്നെ സഹായിച്ചുകൊണ്ട് മുന്നിൽ നടക്കുകയാണ്. ഇതിവിടുത്തെ ലോഞ്ചാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. സോ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിന് തുല്യമാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻസ്. പുറം രാജ്യത്തെ എല്ലാം ബസ് സ്റ്റേഷനുകൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഇവിടുത്തെ KSRTC എന്ന് പറയണം. ഇതിനകത്തുള്ള കുറച്ച് ഡിസ്പ്ലേസാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും ലോഞ്ചുകളും അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടുത്തെ ലോഞ്ചുകളൊക്കെ തോന്നുന്നു ഭയങ്കര നീറ്റാണ്. ഇപ്പം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് ടൈമാണ്. പക്ഷേ ഇവിടുത്തെ ഭക്ഷണങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡായിട്ടില്ല. ഒരു ജ്യൂസും പിന്നെ ഒരു കുപ്പി വെള്ളവും ചോദിച്ചതാണ്. ആ പുള്ളിക്കാരൻ എടുത്ത് തന്ന് നോക്കിയാട്ടെ കുറച്ച് ഐസ് ക്യൂബ് ഗ്ലാസ്സിലിട്ട് തന്നു. തൽക്കാലം അത് കുടിച്ചു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ ബസ് കറക്റ്റ് സമയത്ത് ബെയിൽ വന്ന് കയറും. സോ
ബസ്സിന് വേണ്ടി കാത്തൊക്കെയാണ്. ബസ് ബേ കൃത്യമായി ടിക്കറ്റ് ഉണ്ട്. ആ ബസ് ബേയിൽ കറക്റ്റ് സമയത്ത് ബസ് വരും, കറക്റ്റ് സമയത്ത് ബസ് പോവുകയും ചെയ്യും. അത്രയും പങ്ക്ച്വലാണ് ഇവിടുത്തേത്. അപ്പം ഇനി ജിഞ്ചു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ജിഞ്ചു ബേ നമ്പർ 5 നമുക്ക് പോകാനുള്ള ബസ് വരുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ബസ്സുകളെല്ലാം കിയയുടെ നമ്മുടെ കാറുകൾ മാത്രം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കിയയുടെ രാജ്യമാണല്ലോ. ഇവിടെ ബസ്സുകൾ കിയ, ഹ്യൂണ്ടായി ഇവരുടെയൊക്കെയാണ് ബസ്സുകൾ. ഇവിടുത്തെയൊക്കെ ബസ് കണ്ടില്ല. നമ്മുടെ അവിടുത്തേക്ക് ലോങ് റൂട്ട് പോകുന്ന വോൾവോ, എയർ ബസ് പോലത്തെ ബസ്സുകളാണ് ഇവിടുത്തെ കിയ മോട്ടോഴ്സ്. കിയ മോട്ടോഴ്സിൻ്റെ ബസ്സുകളാണ് മേജറായിട്ടുള്ള. പിന്നെ ഉള്ളത് ഹ്യൂണ്ടായി ആണ്. ഈ 2 ടൈപ്പാണ് മേജറായിട്ട് ഇവിടെ ഓടുന്ന ബസ്സുകൾ. അതായത് മറ്റൊരു ബസ്സാണ്, ഈ ബസ്സാണ് നമുക്ക് പോകേണ്ട ബസ്. അത് സോൾ ടു ജിഞ്ചുയിലേക്കുള്ള ബസ്സാണ്. ഇത് നമ്മൾ പോകുന്നത് ഹ്യൂണ്ടായി മോട്ടോഴ്സിൻ്റെ ബസ്സാണ്. ഇതാ 3 കളറ് കാണുന്ന ഈ കമ്പനിയുടെ ലോഗോ ആണത്. ഗവൺമെൻറ്റിൻ്റെയാണ്, പക്ഷേ ലോങ് റൂട്ട് ബസ്സുകൾ ചില കമ്പനികളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മൾ ആ ബസ്സിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യണം. ആ ടിക്കറ്റ് അവിടെ QR കോഡ് ഉണ്ട്, അത് വെച്ച് സ്കാൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ഒരു ബസ്സിലേക്ക് പ്രവേശിക്കുന്നതിന്. പിന്നെ ഇവിടെ ഒരു ഹെഡ് റെസ്റ്റൊക്കെ കണ്ടോ. ഉറക്കം തൂങ്ങിയാലും അടുത്തുള്ളവൻ്റെ മടിയിലൊന്നും പോയി വീഴില്ല, അതുപോലത്തെ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത്. സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. അതൊരു വലിയൊരു സീറ്റ് ബെൽറ്റുമാണ്. ദിസ് ഈസ് മൈ വൈഫ് വിജയലക്ഷ്മി. അപ്പം ബസ്സിനകത്തിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടോന്ന് ഡ്രൈവർ വന്ന് നോക്കും, വന്ന് ചെക്ക് ചെയ്യും. എല്ലാവരും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷമേ ബസ് എടുക്കുകയുള്ളൂ. ലെഗ് സ്പേസൊക്കെ കണ്ടില്ലേ, സുഖമായിട്ടിരിക്കാം. യാത്രയിൽ ഒരു ക്ഷീണവും വരില്ല നമുക്ക്. ഇതാണ് സീറ്റ് ബെൽറ്റ്. അത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. പിന്നെ ബസ് ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഒന്നും പാടില്ല. അത് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. അതൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെ നമ്മളെ നടക്കാൻ സമ്മതിക്കില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. എവിടെയെങ്കിലും നിർത്തുമ്പോൾ മാത്രം സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സോ ബസ് എടുക്കാൻ പോവുകയാണ്. കറക്റ്റ് സമയത്ത് ബസ് എടുക്കും. ആ ബസ് എടുത്തു. നമ്മൾ നേരെ ജിഞ്ചുവിലേക്ക് പോവുകയാണ്. സോ ഇനി ജിഞ്ചുവിലേക്ക് പോകുമ്പോഴുള്ള പുറം കാഴ്ചകൾ കാണാം നമുക്ക്. ഒരുപാട് ടണൽസാണ് ഇവിടെ ഉള്ളത്. കൊറിയ ബേസിക്കലി ഒരുപാട് മലകൾ ചേർന്നിട്ടുള്ളൊരു രാജ്യമാണ്. ഒരുപാട് മലകളുണ്ട് അവിടെ. സോ പോകുന്ന വഴിക്ക് 1 ഡസൻ ടണലുകളാണ്. വലുതും ചെറുതുമായിട്ടുള്ള 1 ഡസൻ ടണലുകളാണ്. ഇത് സോൾ സിറ്റിയാണത്. സിറ്റിയിലെ പുറം കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനിയിപ്പം ഒരു 5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യണം. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ യാതൊരു ഇതുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ റോഡും ഇവിടുത്തെ ബസ്സും ഒക്കെ ആയതുകൊണ്ട്, സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ആ ഈ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് ഫീൽ ഇല്ല. നമുക്കൊരു ഫ്ലൈറ്റിൽ പോയ ഒരു ലാഘവത്തോടെ നമുക്ക് ഇതിനകത്തിരിക്കാം. AC ആണ്. എല്ലാ ബസ്സും AC ആണ്. നമ്മൾ ലോക്കൽ ഓടുന്ന ബസ്സുകൾ വരെ AC ആണ്. ഇവിടെ ഈ റോഡിൽ എവിടെയും ട്രാഫിക്കുകൾ വെച്ചാൽ ഇങ്ങനെ സിഗ്നൽ ലൈറ്റുള്ളിടത്ത് മാത്രമേ നമുക്ക് ട്രാഫിക്കുകൾ കാണാൻ സാധിക്കും. കാരണം റോഡുകളെല്ലാം 4 വരി അല്ലെങ്കിൽ 6 വരിയാണ്. സോ വേറെ എവിടെയും ബ്ലോക്കോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും എവിടെയും കാണാൻ സാധിക്കില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് പുറം കാഴ്ചകളൊക്കെ കാണും. ഞാനും ഒന്ന് അല്പം വിശ്രമിക്കട്ടെ. ഫ്ലൈറ്റ് ജേർണിയുടെ ചെറിയൊരു നമ്മുടെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ജെറ്റ് ലാഗ് ഉണ്ട് എനിക്ക്. അതിനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്കിവിടെ നന്നായിട്ടത്
അറിയാൻ സാധിക്കും. കാരണം 3.5 മണിക്കൂർ മുന്നെയാണ് അവിടെ. അപ്പം നമ്മളവിടെ കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങാനാകുമ്പോഴേക്കും ഇവിടെ ഉറങ്ങി എഴുന്നേൽക്കാനാവുകയാണ്. സോ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പോവാണ്. ഞങ്ങൾ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കുക. ഓക്കെ. ഐ ഗെസ് സോ നമുക്കിപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഇത് കാണാം, നെൽപ്പാടങ്ങൾ കാണാം. ഇവിടെ ഇവർ കൃഷിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് റെസിഡൻഷ്യൽ ഏരിയകളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതൊരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പേസ്, അത് ഏക്കർ കണക്കിനാണ് ഉള്ളത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവർ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. സിറ്റിക്കകത്ത് വരെ അങ്ങനെയാണ്. ഒരു സൈഡ് റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു സൈഡ് ഫാമുകളാണ്. അത് ഏക്കർ കണക്കിൽ സിറ്റിയിൽ നടുക്കുള്ള കാര്യങ്ങളെ പറയുന്നത്. നമ്മുടെ നാട്ടിലോ സിറ്റിയിലാണെങ്കിൽ മൊത്തം കോൺക്രീറ്റ് ബിൽഡിങ്സ് അല്ലേ ഉള്ളൂ. ഇത് പുറത്താണ്, ഇത് ഗ്രാമപ്രദേശങ്ങളാണ്. പക്ഷെ നമ്മളിനി സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ. അങ്ങനെയാണ് ഒരു സൈഡ് നമുക്ക് ഫാമുകൾ, അവരുടെ കൃഷി ചെയ്യാനുള്ള സൗകര്യം, പിന്നെ ഒരു സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയാസ്. ഒക്കെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്.
സോ നമ്മളിപ്പോൾ ഒരു ടണലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ടണലിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരുപാട് ടണലുകളാണ് റോഡിൽ. മലകളോട് ബന്ധപ്പെട്ടാണ് എല്ലാം കിടക്കുന്നത്. സോ അവർ മലകളൊന്നും അങ്ങനെ വെട്ടി നിരത്തിയൊന്നുമല്ല ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അവർ ആ പ്രകൃതിയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഇതൊരു ചെറിയ തുരങ്കമാണ്. പക്ഷെ ചിലത് വലിയ വലിയ തുരങ്കങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റോളമുള്ള തുരങ്കങ്ങളും ഉണ്ട്. ഇതൊക്കെ ചെറിയ തുരങ്കങ്ങളാണ്. അതിപ്പോൾ പ്രകൃതിയെ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷനുകളൊന്നും എവിടെയും കാണാൻ പറ്റില്ല. എല്ലാവരും അതിനെ നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. അവർക്ക് അവരുടെ രാജ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ ജിഞ്ചു സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മളിപ്പോൾ ടാക്സിയിൽ കയറിക്കുകയാണ്. ഇവിടുത്തെ ടാക്സി ഒക്കെ ഉണ്ടല്ലേ, കാർഡ് വേണേൽ കാർഡ് വെച്ച് പേ ചെയ്യാം, ക്യാഷ് കൊടുക്കണേൽ ക്യാഷ് കൊടുക്കാം, ഓൺലൈൻ വേണേൽ അങ്ങനെയും ചെയ്യാം. എല്ലാ സെറ്റപ്പോടും കൂടിയാണ് ടാക്സി ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളൊന്നുമല്ല, വേറെ ഇവരുടെ സ്വന്തമായ സെർച്ച് എഞ്ചിനാണ്. എല്ലാം സ്വന്തമായിട്ടുള്ള പരിപാടികളാണ് അവർക്ക്. മറ്റേ മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ പറഞ്ഞു ഞങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണെന്ന് പറഞ്ഞ പോലെയാണ്. സോ അങ്ങനെ ടാക്സിയിൽ കയറി നമ്മളുടെ താമസ സ്ഥലത്തേക്ക് പോയി
പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്നതിന് ചെറിയൊരു ക്ഷീണമില്ലാതില്ല, കാരണം ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ അവിടെ ഈ സമയത്ത് നേരം പുലരുന്നതേ ഉള്ളൂ, പക്ഷെ ഇവിടെ പുലർന്ന് ഏകദേശം ഉച്ചയാവാറായി. അതുകൊണ്ട് ജെറ്റ് ലാഗ് നല്ലോണം ഉണ്ട്. അതിനും കുറച്ച് ദിവസം പിടിക്കും അതൊന്ന് സെറ്റായി വരണമെങ്കിൽ. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയോളം പിടിക്കും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്കറിയില്ല, ഇനിയിപ്പോൾ കണ്ടറിയാം. 약 400m 앞 시속 50km 과속 신호 위반 단속 구간입니다. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക്. എൻ്റെ വൈഫിൻ്റെ ഫ്ലാറ്റ് ഇവിടെയാണ്. സോ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.